പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത വിശുദ്ധ വിൻസെന്റിയൻ സന്യാസിനി സമൂഹത്തിലെ 3 സന്യാസിനിമാരുടെ ദൈവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സന്യാസ ജീവിതത്തിന്റെ മഹത്വവും സൗന്ദര്യവും തിരിച്ചറിഞ്ഞ് പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച സന്യാസിനിമാരാണ് ഈ 3 പേരും. അഗതികളിലും ആലംബരിലും ക്രിസ്തുവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നതാണ് കാര്യസ്ഥമായി ഈ സന്യാസിനി സമൂഹം തെരഞ്ഞെടുത്തിട്ടുള്ളത്. വയനാടിന്റെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ അനേകായിരങ്ങൾക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും പകർന്നുകൊണ്ട് ആതുര സേവനമെന്ന തങ്ങളുടെ ദൗത്യത്തിൽ മാതൃകാപരമായി മുന്നേറുന്ന ഒരു സന്യാസിനി സമൂഹമാണ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സന്യാസിനി സമൂഹം. പാവങ്ങളുടെയും രോഗികളുടെയും സ്നേഹിതനായിരുന്ന വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ശുശ്രൂഷ മാതൃക ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്ന ഈ ചെറിയ സന്യാസിനി സമൂഹം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ സമൂഹത്തിന്റെ പ്രവർത്തനവും തീഷ്ണതയും തിരിച്ചറിഞ്ഞ് അവർക്കൊപ്പം സേവന സന്നദ്ധരായെത്തിയ യുവ സന്യാസിനിമാരുടെ ദൈവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുവാനിരിക്കുന്നവർക്ക് മാതൃകയും പ്രചോദനവും നൽകുന്നതാണ്. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരികയും തുടർന്ന് 1 വർഷത്തിനു ശേഷം +2 പഠനത്തിനായി വീട്ടിലേക്ക് തിരികെ പോയ ട്രീസ ജോസ് സിവിൽ എഞ്ചിനീയറിംഗും പ്രൊഫഷണൽ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സും പൂർത്തിയാക്കി അവിടെ തന്നെ ജോലി ചെയ്തു. എറണാകുളം ജില്ലയിലെ പലന്തുരുത്തെന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പച്ചനും അമ്മച്ചിയും 2 അനിയത്തിമാരും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. ചെറുപ്പത്തിലെ തന്നെ ഒത്തിരിയേറെ വികൃതിയായിരുന്ന, ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു തെമ്മാടിയായിട്ടുള്ളൊരു കൊച്ചായിരുന്നു വേണം പറയാൻ ഞാൻ. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ അന്ന് സേവനമനുഷ്ഠിച്ചിരുന്നത് CMC സിസ്റ്റേഴ്സ് ആയിരുന്നു. അവരുടെ ഒരു കെയറും പ്രോത്സാഹനമൊക്കെയാണ് എന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിച്ചത്. എനിക്ക് വർക്ക് ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം, പ്രൊഫഷണൽ ഫീൽഡ് IT മേഖല തന്നെയാണെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീണ്ടും പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 2 വർഷത്തോളം വർക്ക് ചെയ്തു, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ടും ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്ററായിട്ടും. ആ സമയത്താണ് എൻ്റെ ആസ്പിറൻസി മിസ്ട്രസ് ആയിരുന്ന സിസ്റ്റർ സെലീന ജോണിനെ ഞാൻ വീണ്ടും കാണാനും സംസാരിക്കാനും ഇടവരുന്നത്. സിസ്റ്ററിനോട് എൻ്റെ ലൈഫ് പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. എന്താ കല്യാണം കഴിക്കാതെ എങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കണം, പക്ഷേ ഇപ്പം വേണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ പറഞ്ഞു അത് പറ്റില്ല, നീ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി, അനിയത്തിമാർ വളർന്നു വരുന്നുണ്ട്, നീ അവർക്കൊരു മാർഗതടസ്സമായിട്ട് നിൽക്കരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, നിനക്കിനി വീണ്ടും ഒരു സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത് ജീവിക്കാനാണോ നിനക്ക് താല്പര്യം? അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ നീ ഒരു വിവാഹ ജീവിതം നയിക്കണം. അപ്പം പക്ഷേ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നതും ഒത്തിരി ആഗ്രഹത്തോടെ സൂക്ഷിച്ചിരുന്ന ഈശോയോട് സ്വന്തമായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു വിളിയിൽ നിന്ന് മാറാനായിട്ട് എന്നെ പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീണ്ടും 24ാമത്തെ വയസ്സിലാണ് തിരിച്ച് 2ാമത് കോൺവെൻറ്റിലേക്ക് വരുന്നത്. ഈ ഒരു വരവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊട്ടും എളുപ്പമായിരുന്നില്ല. കാരണം വീട്ടുകാരോട് സമ്മതം വാങ്ങിക്കണം, ജോലി റിസൈൻ ചെയ്യണം, പിന്നെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷൻ. പക്ഷേ ഇതിനെല്ലാത്തിനും തമ്പുരാൻ്റെ ഒരു കര എന്നോട് കൂടി ഉണ്ടായിരുന്നു എന്നെ സഹായിക്കാനായിട്ട്. ചാലക്കുടി നിർമ്മല കോളേജിൽ നിന്ന് BCAയും തുടർന്ന് MCAയും നല്ല മാർക്കോടെ പൂർത്തിയാക്കിയ ശേഷമാണ് സിസ്റ്റർ ലിബിന മത്തായി സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ മാനന്തവാടി രൂപതയിലെ ചെറുകാട്ടൂർ ഇടവകയിൽ നിന്നുമാണ് വന്നത്. 3 മക്കളിൽ 2ാമത്തെ ആളാണ് ഞാൻ. MCA മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷം 25ാമത്തെ വയസ്സിൽ 2016 ഞാനിവിടെ ആസ്പിറൻസിയിൽ വന്നത്. ബാല്യം മുതലേ എല്ലാവരും സിസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, നീ കോൺവെൻറ്റിലേക്ക് വരുന്നുണ്ടോ എന്ന്. എന്നാൽ അപ്പോഴൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. MCA ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായ ശേഷം വീണ്ടും എനിക്ക് സന്യാസത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ടായി. എന്നാൽ ആ സമയത്തൊക്കെ ജോലിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ധ്യാനത്തിൽ വെച്ച് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായി, സന്യാസത്തിൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. തുടർന്ന് വീട്ടിൽ പറയുക എന്നുള്ളത് എനിക്ക് വലിയ പ്രയാസമേറിയ കാര്യമായിരുന്നു. കാരണം അവർ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
ആ ധ്യാനത്തിന് ശേഷം ഞാൻ കുറേ നാൾ പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഈ ആഗ്രഹം തന്നെയായിരുന്നു. തുടർന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പോഴും മമ്മി മാത്രം കുറച്ച് സപ്പോർട്ട് ചെയ്തു, ബാക്കി എല്ലാവരും എതിർത്തു. എന്നാലും ഞാൻ പിന്മാറിയില്ല. അവസാനം ഞാൻ പോകുമെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ IT യുഗത്തിൽ അങ്ങനെ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കാനൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാലും ദൈവത്തോടുള്ള ബന്ധം എനിക്കൊരിക്കലും നഷ്ടമായിരുന്നില്ല. വീട്ടുകാരെ സഹായിക്കുക, ഒരിടത്തരം കുടുംബത്തിലായ അവരെന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് പഠിപ്പിച്ചത്. അപ്പോൾ അവരെ കൂടുതൽ സഹായിക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു, എത്ര ഞാൻ സഹായിക്കാമെന്ന് പരിശ്രമിച്ചാലും ദൈവം സഹായിക്കുന്നില്ലെങ്കിൽ അതൊക്കെ നിഷ്ഫലമാവുകയുള്ളൂ. എൻ്റെ അധ്വാനം കൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവർക്കും എനിക്കും വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കൂടുതലും ദൈവവിളിയിലേക്ക് എൻ്റെ മനസ്സ് തുറയ്ക്കുന്നത്. എൻ്റെ വീട്ടിൽ ഡാഡി, മമ്മി, ചേച്ചി, അനിയൻ എനിക്ക് ഉള്ളത്. ഞാൻ രണ്ടാമത്തെ കുട്ടിയാണ് വീട്ടിൽ. ഞാനിപ്പോൾ MTech കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വരുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ എല്ലാവരും പറയും 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ സന്യാസത്തിലേക്ക് എല്ലാവരും കടന്നു വരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല സന്യാസത്തിലേക്ക് വരണം എന്നൊന്നും. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയൊക്കെ തീരുമാനം തന്നെയായിരുന്നു എനിക്ക് തുടർന്ന് പഠിക്കണം, അങ്ങനെ പോകണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ PG കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്നെ നയിച്ചത് കൂടുതലായിട്ട് ഈശോയുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ സന്യാസത്തിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി യൂട്യൂബിലും ഒക്കെ ഈ സന്യസ്തരെക്കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധരെക്കുറിച്ചും ഒക്കെ കൂടുതൽ വായിക്കുകയും വിവിധ കോൺഗ്രിഗേഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറയാൻ ധൈര്യമൊന്നും വന്നില്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇത് തന്നെയാണോ എൻ്റെ വിളിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാർത്ഥിക്കുകയും പിന്നെ ഒരു ധ്യാനമൊക്കെ പോയി കൂടുകയൊക്കെ ചെയ്തു. അതിനുശേഷം വീട്ടിൽ അവതരിപ്പിച്ചു. ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ തമാശ പറയാമെന്ന്. അപ്പോൾ ആദ്യമൊന്നും ആരും സമ്മതിച്ചൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലായി അല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ സമ്മതിച്ചു, പൊക്കോളാൻ പറഞ്ഞു. വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ തങ്ങൾക്ക് ലേറ്റ് വൊക്കേഷൻസ് ലഭിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിലോ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. സന്യാസ ജീവിതം ഇന്ന് വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ലേറ്റ് വൊക്കേഷൻസ് ലഭിക്കുന്നത് വളരെ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. അതിനുദാഹരണങ്ങളാണ് സിസ്റ്റർ ട്രീസ ജോസും സിസ്റ്റർ ലിബിന മത്തായിയും അതോടൊപ്പം സ്റ്റെഫിയും. അവരൊക്കെ പ്രൊഫഷണൽ സ്റ്റഡീസ് പൂർത്തിയാക്കിയ ശേഷമാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ അംഗങ്ങളായി വന്നതും അംഗമാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നതും. പ്രധാനമായും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ, ശുശ്രൂഷ മേഖലകളുടെ പ്രാബല്യത്തെ കണ്ട് മനസ്സിലാക്കിയാണ് അവരൊക്കെ ഈ ജീവിത രീതിയിലേക്ക് വന്നത് എന്ന് പറയുവാൻ എനിക്കേറെ അഭിമാനവുമുണ്ട്, ഒപ്പം സന്തോഷമുണ്ട്. ഈ സന്യാസിനി സമൂഹവും അവർക്കിടയിലേക്ക് പുതിയ അംഗങ്ങളായി എത്തിയ 3 സഹോദരിമാരും ലോകത്തിനു മുന്നിൽ ജ്വലിക്കുന്ന ദീപശിഖകളാണ്. ഈ സന്യാസിനിമാർക്ക് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിലോയും മറ്റു സഹസന്യാസിനിമാരും ഒപ്പമുണ്ട്. സന്യാസത്തിന്റെ കാലം കഴിഞ്ഞു എന്ന കുപ്രചരണങ്ങൾക്ക് യുക്തമായ മറുപടികളാണ് അവരുടെ തിരിച്ചറിവുകൾ എന്നതും ഏറെ ശ്രദ്ധേയമാണ്.